ഒരു പട്ടിയെ വെട്ടിക്കുന്നത് പോലെ മാവേലി തമ്പുരാനെ ഇവിടെ വെച്ച് തിരുവിതാംകൂറുകാർ വെട്ടി. മാവേലിയുടെ സമാധി ഇപ്പോഴും ഉണ്ട്, ഒരു പട്ടിയുടെ പേരിൽ. എന്തൊക്കെ പറയണേ? എവിടെ? എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു ചേര രാജാവിൻ്റെ സമാധിയുണ്ട്. മാവേലിയുടെ കഥ ഒരു വല്ലാത്ത കഥയാണ്. ഓണത്തിനെന്താ വൈദ്യന് കാര്യം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്താ കാര്യം എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതൊരു തമാശയായിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിലും വാസ്തവത്തിൽ നമ്മുടെ കേരളത്തിലെ ഓണം വൈദ്യനാഥൻ്റെ മുമ്പിലാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ 2 വൈദ്യനാഥനാണ്. അതിൽ ആദി വൈദ്യനാഥൻ, ഏറ്റവും പ്രാചീനമായ വൈദ്യനാഥ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് തൃക്കാരിയൂർ ക്ഷേത്രമാണ്. ഈ തൃക്കാരിയൂർ ക്ഷേത്രത്തിലാണ് ഓണാഘോഷത്തിന് തുടക്കമായത് എന്ന് എൻ്റെ പൂർവികർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വൈദ്യനാഥൻ ശിവനല്ലേ? അതെ, തൃക്കാരിയൂർ ശിവനാണ്. ഈ ഓണത്തിൻ്റെ കഥ അതൊരു ചരിത്രം തന്നെയാണ്. ഇന്ന് കേൾക്കുന്ന കെട്ടുകഥകൾ, വാമന്റെ കഥകൾ, ഇത് കുറച്ച് പുരാണങ്ങളിലെ കഥകളെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തതാണ്. മഹാബലി എന്ന് പറയുന്ന പുരാണത്തിലെ ചക്രവർത്തിക്കും വാമനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനും ഇവർക്കൊക്കെ എന്തെങ്കിലും അസ്തിത്വം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. വാസ്തവത്തിൽ ഓണത്തിൻ്റെ ഏറ്റവും മനോഹരമായ പല സങ്കല്പങ്ങളും വടക്കൻ മലബാറിലുണ്ട്. ഓണപ്പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. ഈ ഫോക്ലോർ സംസ്കൃതിയിൽ അതിപ്രാചീനമായ, എഴുതി വെക്കുന്ന ചരിത്രത്തിന് മുമ്പേ ഉള്ള, ഇന്നും നഷ്ടപ്പെടാത്ത ഒരുപാട് പാരമ്പര്യങ്ങൾ മലബാറിൽ നിലനിൽക്കുന്നുണ്ട്. ചേര, ചോള, പാണ്ഡ്യ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശങ്ങളുടെ ആ പൗരാണികതയിലാണ് ചേരവംശത്തിൻ്റെ ദേശീയോത്സവമായി ഓണം എന്ന ചടങ്ങ് ഇവിടെ വരുന്നത്. ഇതിന് റെഫറൻസുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്, ഇപ്പോൾ തൃക്കാരിയൂർ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ അതിൽ കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച നിരവധി വ്യക്തികളുണ്ട്. അതിപ്രാചീനമായ ഈ ചേരവംശത്തിൻ്റെ പിന്നീട് വന്നവർ ഈ ചേരന്മാരെ കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രങ്ങൾ ഒഴിവാക്കിക്കളഞ്ഞു. നമ്മളിപ്പോൾ ഈ പറഞ്ഞു വരുന്ന സംഭാഷണത്തിൽ ഈ ചേരവംശത്തിനെ എങ്ങനെ ഇല്ലാതാക്കി എന്നും അതിൻ്റെ പ്രാധാന്യം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നും ഉള്ള വസ്തുതയും കൂടെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് ചേര സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കൂടെയായിരുന്നു കോതമംഗലം. കോതയാറും ഭൂതത്താൻകെട്ടും ഒക്കെ ഉള്ള ആ പ്രദേശത്തിനെയാണ് പറയുന്നത്. ഇത്രയും പ്രാചീനമായ ഈ ഓണാഘോഷം എങ്ങനെയാണ് മഹാബലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? മഹാബലി ചക്രവർത്തിക്കും കേരളത്തിൽ ഓണാഘോഷത്തിനും യാതൊരു ബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ ഇത്ര നാളും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ കള്ളക്കഥയാണ്, കെട്ടുകഥയാണ്. മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയും വാമനന്റെ അവതാര ദിവസമാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് ഈ അടുത്ത കാലത്ത് ആരൊക്കെയോ പ്രചരിപ്പിച്ചതാണ്. ഇതിപ്പം അങ്ങ് പറയുമ്പോൾ വാമനൻ്റെയും മഹാബലിയുടെയും കഥ നമുക്ക് ഭയങ്കര ലോജിക്കില്ലാത്ത കഥയാണ്. കാരണം എന്തിന് ഇത്ര നല്ല രാജാവിനെ ചവിട്ടിത്താഴ്ത്തിയ ആൾ വാമനനാണ്. വാമനൻ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു അങ്ങനെ ചെയ്യുമോ? ദശാവതാരത്തിൽപ്പെടുന്ന ആളാണ് വാമനൻ. ഈ മഹാബലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, അദ്ദേഹം ആരാന്നറിയോ? പ്രഹ്ലാദന്റെ പുത്രനായ പ്രഹ്ലാദൻ വിഷ്ണു ഭക്തനായിരുന്നു അല്ലേ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. വാസ്തവത്തിൽ ഇവര് ചെയ്ത തെറ്റെന്താണെന്ന് ആർക്കും പറയാനൊന്നും പറ്റത്തില്ല. ഇവരെ അങ്ങ് കുഴപ്പക്കാരാക്കി. അതായത് ഈ വൈഷ്ണവർക്ക് ഇഷ്ടമല്ലാത്ത ശൈവ സിദ്ധാന്തം പിന്തുടരുന്ന എല്ലാവരും കുഴപ്പക്കാരും അസുരന്മാരും അധർമ്മികളും കാണിക്കുന്ന ഒരു പ്രവണത ഇന്നുമുണ്ട്, അന്നുമുണ്ട്. ഈ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും അത്തരത്തിലുള്ള 2 പേരാണ്. അപ്പൊ ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന വ്യക്തി, ഈ ഹിരണ്യായ നമ, ഇത് ശിവന്റെ ഒരു പര്യായമാണ്. ഹിരണ്യായ നമ, ആ ശൈവനാമം ഉച്ചരിക്കുന്നതിൽ നിന്നും ഈ മതപരിവർത്തനം അന്നേ തുടങ്ങിയതാണ്. ഈ കുട്ടിയെ, പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടിയെ പരിവർത്തനം ചെയ്തു, മതം മാറ്റി. അല്ല, പ്രഹ്ലാദൻ ശരിക്കും വിഷ്ണുവിനല്ലേ
അല്ല, വിഷ്ണുവിനെ എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ വിഷ്ണുവിന്റെ ഇത് കിട്ടുന്നത്? ഗർഭ- അത് പഠിക്കാൻ പോയെടുത്തുന്നാണ്. അല്ല, ഇപ്പൊ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നാരദ മഹർഷി ഓതിക്കൊടുത്താണെന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. നാരദ മഹർഷി ആയിരുന്നല്ലോ ഇന്നത്തെ ഈ പാസ്റ്റർമാരൊക്കെ സഞ്ചരിച്ച് ചെയ്യുന്നത് പോലെ അന്ന് ഈ പണി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഹിരണ്യകശിപുവിന്റെ മകനായിട്ടുള്ള പ്രഹ്ലാദൻ എന്ന് പറയുന്ന കുട്ടി, ഈ പ്രഹ്ലാദന്റെ മകനായിട്ടുള്ള വിരേചനിൽ നിന്നാണ് മഹാബലി ജനിക്കുന്നത്. ഈ മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തി പ്രഹ്ലാദന്റെ ജന്മദേശം തന്നെയാണ് ബലി ഭരിച്ചുകൊണ്ടിരുന്നത്. അതിന് നമ്മുടെ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന കെട്ടുകഥകൾ ശരിയാണ് എന്നെടുത്താൽ പോലും അന്ന് പരശുരാമൻ കേരളം ഉണ്ടാക്കിയിട്ടുമില്ല. അന്ന് പരശുരാമൻ കേരളം ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പൊ ഈ ബലി അവിടെ വാമനൻ അവതരിക്കുന്നതും അവിടെയാണ്. ആ വാമനാവതാരത്തിന്റെ ആശയങ്ങളൊക്കെ ഇപ്പോഴും ആ ഭാഗത്തുണ്ട്. അഫ്ഗാനിസ്ഥാനില് നോർത്ത് ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിൽ ഈ ദിവസം തിരുവോണ നക്ഷത്രത്തിൽ ആണ് വാമനൻ ജനിച്ചത് എന്ന് യാതൊരു പ്രൂഫുമില്ല. കേരളത്തിലെ കലണ്ടറുകളിൽ മാത്രമാണ് ഇതുള്ളത്. വടക്ക് ദിക്കില് ഈ ദിവസമാണ് വാമന ജയന്തി. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ ആഘോഷിക്കുന്നതും വടക്ക് ആഘോഷിക്കുന്നതും രണ്ട് ഡേറ്റിലാണ്. വലിയ വ്യത്യാസമുണ്ട് ദിവസങ്ങളുടെ. എത്ര വ്യത്യാസമുണ്ട്? ചിലപ്പോൾ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയൊക്കെ വ്യത്യാസങ്ങൾ നോർത്ത് ഇന്ത്യയിലെ ഇവിടുത്തെ ശ്രീകൃഷ്ണ ജയന്തിക്കുണ്ട്. അത് പല വർഷങ്ങളിലും വ്യത്യാസം വരും. അപ്പൊ ഈ വാമന ജയന്തി അല്ലെങ്കിൽ വാമനന്റെ സങ്കല്പം കേരളവുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് മറ്റൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ മഹാബലി ഉണ്ടോ, നരസിംഹൻ ജനിച്ചിട്ടുണ്ടോ, വാമനൻ ചവിട്ടിത്താഴ്ത്തി, ഇതൊന്നും ഈ കഥ ഇവിടെ കേരളത്തിൽ പ്രസക്തമല്ല. പിന്നീട് ഇത് എങ്ങനെയാണ് കേരളത്തിൽ വന്നത്? അത് രസകരമായ ഒരു ചരിത്രമാണ്. യഥാർത്ഥ മാവേലി ഒരു ചേര രാജാവാണ്. മാവേലിയുടെ കഥ ഒരു വല്ലാത്ത കഥയാണ്. തൃക്കാക്കര ക്ഷേത്രം, തിരുക്കാൽക്കരൈ എന്നൊക്കെ പറഞ്ഞിട്ട് വാമനന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ്. വാസ്തവത്തിൽ തൃക്കാക്കര മഹത്തായ ഒരു ശിവക്ഷേത്രമായിരുന്നു. ആ ശിവക്ഷേത്രത്തിനെ ധ്വംസിച്ചുകൊണ്ടാണ് അവിടെ ഇന്നത്തെ ക്ഷേത്രം വരുന്നത്. നമ്മൾ പറയുമ്പോൾ വാമനമൂർത്തിയാണ്. പക്ഷെ തൃക്കാക്കരയിൽ വാമനനുണ്ടോ എന്ന് പോയി നോക്കിയിട്ടുണ്ടോ? മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഈ തൃക്കാക്കര ശാസനങ്ങളിൽ, തൃക്കാക്കര ശിലാശാസനങ്ങൾ ഇപ്പോഴും വേണ്ട രീതിയിൽ പുറത്തു വന്നിട്ടില്ല, പഠിച്ചിട്ടില്ല. അതിനകത്ത് ഓണത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ഓണസദ്യയെക്കുറിച്ച് പരാമർശമുണ്ട്. ആ ചേര രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഭരണാധികാരികളെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടും. അങ്ങനെ വിളിച്ചു കൂട്ടിയിരുന്ന ഒരു സ്ഥലം തൃക്കാക്കരയും മറ്റൊരു സ്ഥലം കോതമംഗലത്തെ തൃക്കാരിയൂരുമായിരുന്നു. അപ്പൊ ഇവിടെ വിളിച്ചു കൂട്ടിയപ്പം കൊടുത്ത സദ്യയെക്കുറിച്ച് ഉള്ള ഒരു വർണ്ണനയും നമ്മൾ ഇന്ന് കാണുന്നതൊന്നും സദ്യയിലുള്ള സാമ്പാറോ പപ്പടോ ഒന്നും ഈ സദ്യയുടെ ഭാഗമേ ആയിരുന്നില്ല. തൃക്കാക്കര നടത്തിയിരുന്ന ഓണസദ്യയുടെ ഭാഗമായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നീട് വന്നതാണ്. സാമ്പാർ എന്നുള്ള വാക്ക് തന്നെ മറാഠിയാണ്, മലയാളം വാക്കല്ല. പപ്പടവും വടക്കുന്ന് വന്ന ഗൗഡസാരസ്വത വിഭാഗക്കാർ കൊണ്ടുവന്നതാണ് പപ്പടം. അപ്പൊ നമ്മൾ ഇന്ന് സദ്യയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ, അന്ന് അതൊന്നുമല്ല. അന്ന് ഇലയിൽ ചോറും കിഴങ്ങുകളും പച്ചക്കറികളും കൊടുത്തു എന്നാണ് അതിനെക്കുറിച്ചിട്ടുള്ള രേഖകളിൽ പറയുന്നത്. ചേരരാജാവായിരുന്നു എപ്പോഴും ഇതിൻ്റെ, ഇന്ന് മുഖ്യമന്ത്രിയൊക്കെ നിന്നിട്ട് പല ചടങ്ങുകൾ നടത്തുന്നത് പോലെ ഓണം എന്ന ദേശീയ ഉത്സവത്തിനെ പിന്നീട് ഈ ചേര സാമ്രാജ്യം തകർന്നു. സാമൂതിരിയുടെയൊക്കെ കാലഘട്ടമായി. ഏകദേശം ആദിചേര സാമ്രാജ്യങ്ങൾ തകർന്നിട്ട് 5 നൂറ്റാണ്ട്, കുറച്ച് വർഷം യാതൊരു തെളിവുകളുമില്ലാത്ത ഒരു 3-4 നൂറ്റാണ്ടുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. അതിനെ നശിപ്പിച്ചതാണ്. ഈ പാരമ്പര്യങ്ങളെ കളയാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ചരിത്രത്തിനെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഈ ആചാരം ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി. ആ സ്ഥലത്തു നിന്നാണ് മാവേലിയുടെ കഥ തുടങ്ങുന്നത്. ആ സ്ഥലം കായംകുളം രാജ്യമായിരുന്നു. തെക്കുംകൂർ, വടക്കുംകൂർ, കായംകുളം എന്ന പേരിൽ നിന്ന, അതായത് ഇന്നത്തെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ഇത്രയും ജില്ലകൾ ചേർന്നതായിരുന്നു ഓടനാട് എന്ന് പറയുന്ന ആ പഴയ നാട്ടുരാജ്യം.
ഈ ഓടനാട് ചേര രാജാക്കന്മാരുടെ മൂലക്ഷേത്രമാണ്. മൂലക്ഷേത്രം എന്ന് പറഞ്ഞാൽ കണ്ടിയൂർ ആണ് ചേര രാജാക്കന്മാരുടെ മൂലക്ഷേത്രമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഈ കൊല്ലവർഷം വരുന്നതിന് മുമ്പ് കണ്ടിയൂരബ്ദം എന്ന ഒരു കാലഗണന തന്നെ, ചേരന്മാരുടെ കാലത്തെ കാലഗണന കണ്ടിയൂരബ്ദം എന്ന ഒരു കാലഘട്ടമായിരുന്നു. മാവേലിക്കര കണ്ടിയൂർ കലണ്ടർ ആയിരുന്നു അല്ലേ? അതായത് നമ്മളിപ്പോ കൊല്ലവർഷം അല്ലെങ്കിൽ റോമൻ വർഷം എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കണ്ടിയൂർ അബ്ദം എന്ന ഒരു കാലഗണന നിലവിലുണ്ടായിരുന്നു. അത് പിന്നീട് കായംകുളത്ത് മാത്രമായിട്ട് ആ കാലഗണന ഒതുങ്ങി. പിന്നീട് കൊല്ലവർഷം ഉണ്ടാക്കപ്പെട്ടു. ഈ കായംകുളത്തെ ഇപ്പം നമ്മളൊരു പ്രശസ്തമായ പാട്ട് കേട്ടിട്ടുണ്ട്, മാവേലി നാട് വാണിയിടും കാലം. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പാട്ട് ഇപ്പോൾ വിക്കി ഗ്രന്ഥാലയത്തിലൊക്കെ അത് കിട്ടും. തികച്ചും സമ്പൽ സമർത്ഥമായ ഒരു 9, 10, 11, 12 നൂറ്റാണ്ടുകളിലൊക്കെ ഓടനാടിൻ്റെ ഓണനാട്ടുകരയുടെ ആ സമൃദ്ധിയെയും, ഓണനാട്ടുകരയാണ് അന്നത്തെ ഓണനാടിൻ്റെ ഐശ്വര്യവും സമൃദ്ധിയും കായംകുളം രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ കീഴിൽ ഒരു പരംവൈഭവം ആയിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് വിളിക്കാൻ പറ്റുന്ന ഫെഡറൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഒരു നാടായിരുന്നു ഈ കായംകുളം. മാവേലിയുടെ ചരിത്രത്തിലേക്ക് വന്നാൽ ഈ അവസാനത്തെ കായംകുളം രാജാവാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന മാവേലി തമ്പുരാൻ. ഇപ്പൊ കാണുന്ന രൂപം ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്ന രൂപം തന്നെയാണ്. കുടവയറുണ്ട്, അങ്ങനെ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൻ്റെ ഈ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ഈ തിരുവിതാംകൂറുകാർ വന്നത് സമ്പത്ത് പിടിച്ചെടുക്കാനാണ്. കായംകുളത്ത് നിന്ന് പിടിച്ചെടുത്ത സമ്പത്താണ് ഇനിയും തുറക്കാത്ത നിലവറയിലും തുറന്ന നിലവറയിലും ഇരിക്കുന്നത്. തൊടാൻ പേടിയാണ്. ഇത് ആദരവ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചല്ല, തൊട്ടാൽ കുലം മുടിഞ്ഞു പോകും എന്ന് ഭയമുള്ളത് കൊണ്ട് തൊടാത്ത സമ്പത്താണ്. കായംകുളത്തെ ശ്രീചക്രവും ഇരിക്കുന്നത് അവിടെയാണ്, നിലവറയ്ക്കകത്താണ്. തീർച്ചയായിട്ടും ശ്രീചക്രപുരയുണ്ട്. ഇതല്ല എന്ന് സ്ഥാപിക്കാൻ നിരവധി പേര് ഈ സംഭാഷണം കേൾക്കുമ്പോൾ വരും. മോഷണ മുതലാണ് ഇരിക്കുന്നത്. കായംകുളം എന്ന് പറയുന്ന ആരെയും ഉപദ്രവിക്കാത്ത ഈ ഒരു മാവേലി നാടിൽ നിന്നും കവർന്നെടുത്ത ധനമാണ് അവിടെ ഇരിക്കുന്നത്. മാവേലിയുടെ ധനമാണ്, മുഴുവൻ കേരളത്തിനും അവകാശപ്പെട്ട ധനമാണത്. ചേരരാജാവിൻ്റെ ധനമാണ്. അതുകൊണ്ട് വിവേകമുള്ള ആരോ അത് തൊടാൻ പാടില്ല എന്ന്, അതുകൊണ്ടാണ് ഇന്നും അതിരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അത് എന്നേ കടല് കടന്നേനെ. ഇറ്റലിയിലോ സിംഗപ്പൂരിലോ റോമിലോ വത്തിക്കാനിലോ ഒക്കെ എത്തിയേനെ. അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലോ എത്തിയേനെ. അല്ല, എന്താണ് അത് എടുക്കാൻ പറ്റാത്ത ആ ഭയം? അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അത് തൻ്റേതല്ലാത്ത സാധനമാണ്. അത് തൊട്ടാൽ കുലം മുടിയും എന്ന് ഉറപ്പുണ്ട്. കാരണം ഈ മാവേലിയുടെ കഥ അതാണ്. ഈ കായംകുളം രാജാക്കന്മാർ അവർ നിസ്സാരക്കാരായിരുന്നില്ല. ഇത്ര ചവിട്ടി ഒതുക്കിയിട്ടും എത്ര തുടച്ചു കളയാൻ നോക്കിയിട്ടും ഇന്നും ഉജ്ജ്വലമായ ആ ആശയം ഇന്ന് നിലനിൽക്കുന്നു. അല്ല, അപ്പൊ ഈ മാവേലിക്കല കൊട്ടാരം, ഇന്നത്തെ ഈ ശ്രീകൃഷ്ണപുരം അവിടെ കായംകുളം കൊട്ടാരം, കായംകുളം കൊട്ടാരമാണോ? ഞാൻ കൃഷ്ണപുരം പാലസ് ആണോ ഈ കായംകുളം കൊട്ടാരം? അതെ അതെ, കൃഷ്ണപുരം പാലസ് ഒക്കെ ഈ അടുത്ത കാലത്ത്, അത് കായംകുളം രാജാവുമായിട്ട് ഒരു ബന്ധമില്ല. മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണ്. അവിടെ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഇരിക്കുന്നത് അവിടെയാണ്. ഈ ഇതിൻ്റെ ആനയുടെ കാലിൽ മുതല പിടിക്കുന്ന ഒരു വലിയ ചുവർ ചിത്രമുണ്ട്. ശരിക്കും റിയൽ മ്യൂറൽ ആയിരിക്കും. റിയൽ മ്യൂറൽ ഇരിക്കുന്ന ആ സ്ഥലം. പക്ഷെ കായംകുളം രാജാവുമായിട്ടൊരു ബന്ധമില്ല. കായംകുളം രാജാവിൻ്റെ കൊട്ടാരം ഇരുന്നത് ഇന്നത്തെ എരുവാ ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു വലിയ കുളമുണ്ട്. അവിടെ ആ ക്ഷേത്രം, ആ കായംകുളം രാജാവിൻ്റെ കോയിക്കൽ എന്നാണ് അതിനെ പറയുന്നത്, കോയിക്കൽ. അവിടേക്കുള്ള രാജപാതയൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് ഇടിച്ചു നിരത്തി അതിൻ്റെ കഷ്ണങ്ങൾ, ഈ ശ്രീചക്രം ഇരുന്ന നിലവറയുടെ കഷ്ണങ്ങൾ ഇപ്പോഴും എരുവാ ക്ഷേത്രത്തിൽ നിന്നും അല്പം തെക്കോട്ട് ചെല്ലുമ്പോൾ ഒരു ആൽത്തറയുണ്ട്. ആ ആൽത്തറയ്ക്ക് ചുറ്റും റോഡിൽ അപൂർവമായ ഈ പാറക്കല്ലുകൾ ചിതറിക്കിടക്കുക, കൊത്തുപണികളുള്ള. ഇതേവരെ ആരും പഠിച്ചിട്ടില്ല. ഈ കൊട്ടാരം ഇടിച്ചു നിരത്തി. ഈ കായംകുളത്തിന്റെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കാൻ പാടില്ല, ഇതിനെ എല്ലാ ഏടുകളിൽ നിന്നും നശിപ്പിച്ചു കളയണം എന്ന് തീരുമാനിച്ചിട്ട് ഇതിനെക്കുറിച്ച് മിണ്ടാൻ പോലും പറ്റത്തില്ല. സകല കള്ളക്കഥകളും കൊണ്ടുവന്നത് തിരുവിതാംകൂറുകാരാണ്. ഈ
കായംകുളം രാജാവിനെ ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞതിൽ ഒരു ന്യായീകരണം വേണമല്ലോ. ആ ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കള്ളക്കഥ കൊണ്ടുവച്ചത്. കാരണം അധർമ്മിയായിരുന്നു, അസുരനായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചവിട്ടി താഴ്ത്തി. അതിനുവേണ്ടിയാണ് ഈ മഹാവിഷ്ണുവിന്റെ കഥകളും ഈ വാമനന്റെ കഥകളും ഒക്കെ സ്ഥാപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഇതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ മാവേലി എന്ന് പറയുന്ന ഈ അവസാനത്തെ കായംകുളം രാജാവിന് എന്ത് സംഭവിച്ചു എന്നറിയോ? യുദ്ധത്തിന്റെ മര്യാദകളും സന്ധികളും ഒക്കെ ഉണ്ട്. ആ സന്ധി അനുസരിച്ച് അദ്ദേഹത്തിന് വർഷത്തിൽ ചേര സാമ്രാജ്യത്തിന്റെ ദേശീയോത്സവത്തിന് പങ്കെടുക്കാൻ അനുവാദം കിട്ടി. അതായത് ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നാട് മറ്റാരെങ്കിലും പിടിച്ചടക്കി നമ്മുടെ പ്രധാനമന്ത്രിക്ക് വർഷത്തിൽ ഓഗസ്റ്റ് 15 ചെങ്കോട്ടെ വന്ന് കൊടി ഉയർത്താനുള്ള ഒരു അധികാരം അങ്ങ് കൊടുത്തു. രാജ്യം അവർ ഭരിക്കും. അതേപോലുള്ള ഒരു ജനങ്ങളുടെ എതിർപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു നയതന്ത്രപരമായ നീക്കമാണ് മാവേലി തമ്പുരാന് വർഷത്തിൽ വരാൻ. ഈ മാവേലി തമ്പുരാനെ കാത്തിരുന്ന, മാവേലി തമ്പുരാനെ മാത്രമല്ല അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയ ഒരു കൂട്ടം ആൾക്കാരെയും കാത്തിരിക്കുന്ന ചരിത്രം അവിടുത്തെ നിരവധി കുടുംബങ്ങളുണ്ട്. എൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തെ നാട് കടത്തിയപ്പോൾ ഒപ്പം പോയ ആൾക്കാരുണ്ട്. അല്ല, അയാൾ എങ്ങോട്ടൊക്കെ പറയാം, അതിലേക്കാ വരുന്നത്. ഈ എൻ്റെ അപ്പൂപ്പനൊക്കെ അത്തം തുടങ്ങുമ്പോൾ നമുക്ക് എൻ്റെ വീട്ടിലൊക്കെ, എൻ്റെ കുടുംബത്തിൽ അപ്പൂപ്പനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എണ്ണ, ഉമിക്കരി, ഈർക്കിൽ, അതായത് പല്ല് തേക്കാനുള്ള സാധനങ്ങൾ, കുളിക്കാനുള്ള സാധനങ്ങൾ, ഇഞ്ച, തോർത്ത് ഒരു കെടാവിളക്കിൻ്റെ മുമ്പിൽ കത്തിച്ച് അവിടെ വെക്കും. ഇത് ഈ മാവേലിയുടെ കഥ നടക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. 1800-കളിലാണ് ഈ പറയുന്ന അവസാനത്തെ കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറിൻ്റെയും കഥയുള്ളത്. ഞാൻ ഈ പറയുന്നത് ഏകദേശം ഒരു 50 വർഷം മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് രാത്രിയിൽ ഉറക്കമുളച്ചിരിക്കും. എന്തിനാ? ഈ പൂർവികർ വരും എന്നാണ് സങ്കല്പം. വന്നാൽ അവർക്ക് കൊടുക്കാനുള്ള പല സാധനങ്ങളും വീട്ടിൽ ഒരുക്കി വെക്കും. മാവേലിക്കൊപ്പം പോയ പൂർവികരെ ഇങ്ങനെയുള്ള നിരവധി വീടുകളുണ്ട്. ഇതേ രീതിയിലുള്ള, അങ്ങനെ തിരുവോണമാകുമ്പോൾ അവർക്ക് ദുഃഖത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. തിരുവോണമാകുന്ന ദിവസം സദ്യ ഉണ്ടാക്കും, പക്ഷെ കാരണം ഒരു ഭക്ഷണം കഴിക്കില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും അവരുടെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്ന് പ്രതികരിക്കും. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മൂലം പരിചയപ്പെട്ട ഒരു പത്രപ്രവർത്തകനുണ്ട്, രമേശ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ഇതേ കഥയുണ്ട്. ഇങ്ങനെ നിരവധി വ്യക്തികളെ എനിക്കറിയാം. അവരുടെ കുടുംബത്തിൽ ഈ മാവേലി മന്നനെ കാത്തിരിക്കുന്നത്, കൂടെ പോയ വ്യക്തികളെ കാത്തിരിക്കുന്നതുമായ കഥ. ഈ മാവേലി മന്നൻ അവിടുന്ന് പോയത് വടക്കോട്ടാണ്. അദ്ദേഹം തൃക്കാക്കര വന്ന് താമസിച്ചു. കാരണം തൃക്കാക്കരയൊക്കെ ചേരൻ്റെ അധീനതയിലിരുന്ന സ്ഥലമാണ്. കുറച്ചു കാലം അദ്ദേഹം തൃക്കാരിയൂർ താമസിച്ചു. പിന്നീട് അദ്ദേഹം ഇരിങ്ങാലക്കുടയും അതായത് അധികാരം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു പരിവ്രാജകനെ പോലെ താമസിച്ചു. വർഷത്തിലൊരിക്കൽ അദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്തു. അപ്പോഴത്തേന് തിരുവിതാംകൂറായി. പക്ഷെ അപ്പോഴും കായംകുളത്തിൻ്റെ സംസ്കൃതിയെ നെഞ്ചിലേറ്റിയ ഇരിങ്ങാലക്കുട, ഈ കൂത്തു കൂടിയാട്ടമൊക്കെ കായംകുളം രാജ്യത്ത് വികസിച്ചു വന്ന, ചേര കാലഘട്ടത്തിൽ വികസിച്ചു വന്ന കലകളാണ്. ആ കാലത്തും ഇരിങ്ങാലക്കുട ക്ഷേത്രം കായംകുളം രാജാവിൻ്റെ ഒരു മാണിക്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കഥയുള്ളത്. കായംകുളം രാജാവിൻ്റെ പ്രതിനിധിയായ തച്ചുടൈ കൈമളാണ് അവിടെ നിന്ന് വന്ന് ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ആറാട്ടുപുഴ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശം ഈ കാലഘട്ടത്തിൽ കായംകുളം രാജാവിൻ്റെ കൈവശമായിരുന്നു. ഇത് പിടിച്ചെടുക്കാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് സാധിച്ചില്ല. പക്ഷെ പിന്നീട് എപ്പോഴും കൊച്ചി രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഈ പ്രദേശത്തിനെ കുറിച്ച് വലിയ തർക്കങ്ങളും, തച്ചുടൈ കൈമളിനെ എതിർത്തുകൊണ്ട് ശക്തൻ തമ്പുരാനും ഒപ്പം തിരുവിതാംകൂർ രാജാക്കന്മാരും ഒരേപോലെ നിലനിന്നിരുന്നു. തച്ചുടൈ കൈമൾ ഈ അടുത്ത കാലം വരെ ആ
പരമ്പര നിലനിന്നിരുന്നു. അവസാനത്തെ തച്ചുടൈ കൈമൾ ഈ അടുത്ത കാലത്താണ് അന്തരിച്ചത്. തച്ചുടൈ കൈമൾ ബ്രഹ്മചരിയായിരിക്കണം. ചട്ടമ്പിസ്വാമിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ചട്ടമ്പിസ്വാമി ഒരു പുസ്തകത്തിൽ അഗസ്ത്യൻ എന്ന ഒരു തൂലികാ നാമത്തിൽ സദ്ഗുരു എന്നു പേരായ ഒരു മാഗസിനിൽ അദ്ദേഹം അക്കാലത്ത് എഴുതിയിരുന്നു. അഗസ്ത്യൻ എന്നുള്ള തൂലികാ നാമത്തിൽ സദ്ഗുരു എന്നു പേരുള്ള ഒരു മാഗസിനിൽ അദ്ദേഹം എഴുതിയിരുന്നു. പെരുമ്പാവൂരായിരുന്നു ചട്ടമ്പിസ്വാമി ആ കാലത്ത് താമസിച്ചിരുന്നത്. പെരുമ്പാവൂരെ കുളത്തിൽ കുളിച്ചും പെരുമ്പാവൂരെ ആൽത്തറയിൽ ഇരുന്നും ഇന്ന് ഗുരുകുലം ഇരിക്കുന്ന സ്ഥലത്തുള്ള കാവിൽ വന്നിരുന്നു ചട്ടമ്പിസ്വാമി ഇങ്ങനെ അവധൂതനായിട്ട് സഞ്ചരിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ഈ തച്ചുടൈ കൈമളാണ് ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇന്ന് പന്മന ആശ്രമത്തിൽ വെച്ചിരിക്കുന്ന ഒരു ശ്രീചക്രമുണ്ട്. ആ ശ്രീചക്രത്തിൻ്റെ മാതൃക തച്ചുടൈ കൈമളുടേതാണ്, അവിടുന്ന് എടുത്തത്. ഈ തച്ചുടൈ കൈമൾ കായംകുളം രാജാവിൻ്റെ മാവേലിയുടെ ഒക്കെ കഥയുടെ അവസാനത്തെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മാവേലി തമ്പുരാൻ അവിടേക്ക് പോകും. പക്ഷേ ഒരു പട്ടിയെ വെട്ടിക്കുന്നതുപോലെ മാവേലി തമ്പുരാനെ ഇവിടെ വെച്ച് തിരുവിതാംകൂറുകാർ വെട്ടി. മാവേലിയുടെ സമാധി ഇപ്പോഴും ഉണ്ട്, ഒരു പട്ടിയുടെ പേരിൽ. എന്തൊക്കെ പറയണേ? എവിടെ? എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് ഒരു ചേര രാജാവിൻ്റെ സമാധിയുണ്ട്. പട്ടിയുടെ പേരിലാണ്. അത്ര നായ എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് പക്ഷെ ആ സ്ഥലത്തിൻ്റെ പേരിൽ ജനങ്ങൾ അതിൻ്റെ കൂടെ ബഹുമാനപൂർവ്വം തിരുനായ എന്ന് വിളിച്ചു. തിരുനായത്തോട് ക്ഷേത്രം ഒരു ചേര രാജാവിൻ്റെ സമാധിയാണെന്ന് മാത്രമേ പലർക്കും അറിയൂ. അത് കായംകുളം രാജാവായ മാവേലി മന്നൻ എന്ന് വിളിക്കുന്ന അവസാനത്തെ ചേര രാജാവിൻ്റെ സമാധി സ്ഥലമാണ്. അതിനെ അപമാനിക്കുവാനായിട്ട് ഈ പേര് വിളിച്ചു. ഒരു നായയെ വെട്ടിക്കൊന്ന കഥയൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ കേൾക്കുന്നവരൊക്കെ നിലവിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിശ്വാസം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ അകത്തേക്കാണ് ഒരുപക്ഷെ എൻ്റെ ഈ വാക്കുകൾ കയറി ചെല്ലുന്നത്. ശാപവും ശകാരവും അസഭ്യവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ ഓരോ കോശങ്ങളിലും ഇരിക്കുന്ന പൈതൃക സ്മരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട. തിരുനായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അവിടെയും വിചിത്രമാണ്. അവിടെയും മഹാവിഷ്ണു കടന്നു കയറി അല്ല എൻ്റെ ഈ ചോദ്യം ശങ്കരനാരായണനാക്കി. അവിടെ രസകരമായിട്ട് നമുക്ക് തോന്നുന്ന ഈ ശിവലിംഗത്തിൻ്റെ അപ്പുറത്തൊരു മഹാവിഷ്ണുവിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. എവിടെയും അങ്ങനെ. ഇപ്പം നമ്മൾ ഈ വാഗമണ്ണിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പോകുമ്പോൾ ചില കുന്നുകളിലൊക്കെ ചില പ്രത്യേക മതങ്ങളുടെ അടയാളങ്ങൾ വന്ന് ഇരിക്കും. ഈ കുന്നും ഇതുമായിട്ട് എന്താ ബന്ധമെന്ന് നമുക്ക് തോന്നിപ്പോകും. അതേ രീതിയിൽ ഈ ശൈവ പരമ്പരയുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രത്തിൽ ഒന്ന് പോകേണ്ട സ്ഥലമാണ്, സന്ദർശിക്കേണ്ട സ്ഥലമാണ്. അതിനകത്തേക്ക് കടന്നാൽ അസാധ്യമായ ഒരു സമാധാനം. ഈ തിരുനായ ക്ഷേത്രം ഓണവുമായി ബന്ധപ്പെട്ട തിരുനായത്തോട് ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങുമില്ല. ആ പ്രദേശത്ത് ഞാൻ നിരവധി വ്യക്തികളോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 വർഷത്തോളം അവിടെ അതിൻ്റെ പരിസരത്ത് തുറവുങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഞാൻ ഈ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങും ഈ പറഞ്ഞു പഴകിയ കഥകളുടെ അപ്പുറത്തേക്ക് ഈ ക്ഷേത്രം ആരുടെ സമാധിയാണെന്ന് പോലും ആർക്കും അറിയില്ല. അല്ല, നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റോടുകൂടി നമ്മളിപ്പം പുറത്തേക്ക് പറയുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിലുള്ള മാവേലി നാട് കായംകുളം രാജ്യമായിരുന്നു എന്നും അല്ല, മാവേലി നാട് അവസാനത്തെ മാവേലി നാട് കായംകുളമായിരുന്നു. ഓണം എന്നത് മുഴുവൻ കേരളത്തിൻ്റെയും ദേശീയോത്സവം തന്നെയാണ്. കാരണം ചേര സംസ്കാരത്തിന്റെ അതാണ് മാവേലിക്കര വന്നത്. മാവേലിക്കര, ഓണാട്ടുകര വന്നു. ഓണനാട്ടുകരയാണ്. അതെ. അപ്പം നമ്മൾ ആരും അറിയാതിരുന്ന, ഒരുപക്ഷെ എൻ്റെ വിവരക്കേട് കൊണ്ടോ പരിചയക്കുറവ് കൊണ്ടോ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കായംകുളം രാജ്യം അത്രത്തോളം സാംസ്കാരികമായും സാമൂഹ്യമായും വലിയ പ്രസക്തി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഉള്ളത്. നമുക്ക് കായംകുളത്ത് രാജാവ് ഉണ്ടായിരുന്നു അറിയാം, പിന്നെ കായംകുളം കൊച്ചുണ്ണി അറിയത്തുള്ളായിരുന്നു. കൊച്ചുണ്ണിമാരാണ് കായംകുളത്തിന്റെ പേര് കളഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ കേരള സംസ്കാരത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ തൃക്കാര്യൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പഠിക്കണം. ഈ തൃക്കാര്യൂർ ക്ഷേത്രത്തിലാണ് ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ
എല്ലാ മാരകമായ അതിൻ്റെ ആ രൂപം, അല്ലെങ്കിൽ അത് തൃക്കാരൂർ ക്ഷേത്രത്തിലാണ് ബ്രാഹ്മണരുടെ എല്ലാ ഗൂഢാലോചനകളും നടത്തിയത്. അദ്ദേഹം എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ വടക്ക് തൃക്കാരിയൂരിൽ നിന്നും, ചില സമയത്ത് തൃക്കാക്കരയിൽ നിന്നും, ചില സമയത്ത് ഇരിങ്ങാലക്കുടയിൽ നിന്നും അദ്ദേഹം അവിടേക്ക് വന്നിരുന്നു. പിന്നീട് അദ്ദേഹം പാതാളത്തിൽ നിന്നല്ല, അദ്ദേഹം പിന്നീട്, ഇതൊക്കെ കെട്ടുകഥയല്ലേ, പാതാളത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കാർട്ടൂൺ കഥകളിലൊക്കെ കാണുന്നത് പോലെയല്ലേ. അദ്ദേഹത്തിനെ പിന്നീട് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് തിരുനായത്തോട് ക്ഷേത്രം. അത് തിരുനായത്തോട് ആലുവയ്ക്ക് അടുത്താണ് അല്ലേ? അല്ല, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ വളരെ അടുത്തായിട്ട്. തിരുനാവായ അല്ല അല്ലേ? തിരുനായത്തോട്. ഞാൻ വിചാരിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടയാള് കേരളത്തിൽ ഏതെങ്കിലും വഴിക്കാണ് പാതാളത്തിൽ നിന്ന് വന്നത്. അല്ല, അഫ്ഗാൻ ഇപ്പം ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഒരു പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഏലൂര് പിന്നെ അവിടെയായിരുന്നു കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നൊക്കെ ഉള്ളൊരു കഥയുണ്ട്.